ജനുവരി 30 രക്തസാക്ഷി ദിനം. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിച്ച ദിവസം. മനുഷ്യത്വം വലിയ വെല്ലുവിളികളിലൂടെ കടന്നു പോവുകയും ഒരാളെ ആയുധമെടുത്ത് ഇല്ലാതാക്കുന്നത് എളുപ്പവുമായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഗാന്ധിജിയുടെ ജനനം. അത്തരമൊരു ചുറ്റുപാടിൽ അഹിംസയുടെ പാത സ്വീകരിച്ച അദ്ദേഹം രാജ്യത്തിന് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചനം നേടിക്കൊടുക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ചു എന്നത് ചരിത്ര സത്യമാണ്. ഗാന്ധിയുടെ വ്യക്തിത്വം പലപ്പോഴായി പുസ്തകങ്ങളിലൂടെയും സിനിമകളിലൂടെയും പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഓരോ തവണയും അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ പുതിയൊരു മാനം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവൃതമാകുകയായിരുന്നു. മഹാത്മാഗാന്ധിയുടെ ജീവിതവും ദർശനവും ആഴത്തിൽ മനസ്സിലാക്കുവാൻ സഹായിച്ച സിനിമകളെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കും മുൻപ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് പരിഗണിക്കണം. മഹാത്മാഗാന്ധിയുടെ ജീവിതത്തെ ആസ്പദമാക്കി 1982 പുറത്തിറങ്ങിയ വിഖ്യാത ചലച്ചിത്രമാണ് ഗാന്ധി. റിച്ചാർഡ് ആറ്റംബറോ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന് ലോകമെമ്പാടും മികച്ച സ്വീകാര്യതയാണ് ലഭിച്ചത്. ചിത്രത്തിൽ ഗാന്ധിയായി വേഷമിട്ട നടൻ ബെൻ കിങ്സ്ലിക്ക് മികച്ച നടനുള്ള ഓസ്കാർ അവാർഡും ലഭിച്ചു. ലോകമെമ്പാടും വൻ വിജയമായി മാറിയ ഈ ചരിത്ര സിനിമ ആകെ 8 ഓസ്കാർ അവാർഡുകളും സ്വന്തമാക്കി. മികച്ച വസ്ത്രാലങ്കാരത്തിന് അവാർഡ് നേടി ഭാനു അത്തയ്യ ഓസ്കാർ നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയായതും ഇതേ ചിത്രത്തിലൂടെയാണ്. ഗാന്ധിജിയുടെ ജീവിതകഥ ലോകത്തിനു മുന്നിൽ വീണ്ടും എത്തിക്കുന്നതിൽ ഗാന്ധി എന്ന ഈ ചിത്രം വലിയ പങ്കുവഹിച്ചു. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജീവിതകഥ പറഞ്ഞ 1993 കേതൻ മേത്ത സംവിധാനം ചെയ്ത സിനിമയാണ് സർദാർ. പട്ടേലിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള സിനിമയായിരുന്നെങ്കിലും ഗാന്ധിജിയുടെ കഥാപാത്രത്തിന് ഏറെ പ്രാധാന്യമുണ്ടായിരുന്നു. ഈ സിനിമയിൽ മഹാത്മാഗാന്ധിയുടെ വേഷം കൈകാര്യം ചെയ്തത് നടൻ അന്നു കപൂർ ആയിരുന്നു. സിനിമയിൽ അന്നു കപൂറിന്റെ പ്രകടനം ഏറെ ശ്രദ്ധ നേടി. 1996 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ദ മേക്കിംഗ് ഓഫ് മഹാത്മ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ചെലവഴിച്ച നിർണായക കാലഘട്ടമാണ് ഈ ചിത്രം പ്രധാനമായും പശ്ചാത്തലമാക്കിയത്. ഫാത്തിമ മീറിന്റെ ദ അപ്രന്റീസ്ഷിപ്പ് ഓഫ് എ മഹാത്മ എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയാണ് സംവിധായകൻ ശ്യാം ബെനഗൽ ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. മേക്കിംഗ് ഓഫ് മഹാത്മയിൽ ഗാന്ധിയുടെ വേഷം അവതരിപ്പിച്ചത് നടൻ രജിത് കപൂർ ആയിരുന്നു. ഈ ചിത്രത്തിലെ മികച്ച പ്രകടനത്തിന് രജിത് കപൂർ ദേശീയ പുരസ്കാരവും സ്വന്തമാക്കി. 2000 പുറത്തിറങ്ങിയ ഹേ റാം എന്ന സിനിമയിലും മഹാത്മാഗാന്ധി ഒരു പ്രധാന കഥാപാത്രമായി. കമൽഹാസൻ സംവിധാനം ചെയ്ത ഹേ റാമിൽ കമൽഹാസനും ഷാരുഖ് ഖാനും ഉൾപ്പെടെ വൻ താരനിര അണിനിരന്നിരുന്നു. ഇന്ത്യൻ സിനിമയിലെ അതുല്യ നടനായ നസ്രുദ്ദീൻ ഷായാണ് ഹേ റാമിൽ ഗാന്ധിജിയുടെ ശ്രദ്ധേയമായ വേഷം ചെയ്തത്. ഇന്ത്യ വിഭജനത്തിന്റെയും വർഗീയ ലഹളകളുടെയും ഗാന്ധി വധത്തിന്റെയും പശ്ചാത്തലത്തിലാണ് സിനിമ കഥ പറയുന്നത്. ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച ഹേ റാം 3 ദേശീയ പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയിരുന്നു. ആ വർഷത്തെ മികച്ച വിദേശ ചിത്രത്തിനുള്ള ഓസ്കാർ പുരസ്കാരത്തിന് ഇന്ത്യയുടെ ഔദ്യോഗിക നാമനിർദ്ദേശവും ഈ ചിത്രത്തിനായിരുന്നു. ഗാന്ധിജിയുടെ വ്യക്തിജീവിതത്തിലെ അവിസ്മരണീയമായ ഒരു ഏട് തുറന്നുവെച്ച സിനിമയാണ് ഫിറോസ് അബ്ബാസ് ഖാൻ സംവിധാനം ചെയ്ത ഗാന്ധി മൈ ഫാദർ. 2006 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ മഹാത്മാഗാന്ധിയായി വേഷമിട്ടത് നടൻ ദർശൻ ജരിവാലെ ആയിരുന്നു. ഗാന്ധിജിയും അദ്ദേഹത്തിന്റെ മൂത്ത മകൻ ഹരിലാൽ ഗാന്ധിയും തമ്മിലുള്ള സങ്കീർണമായ ബന്ധമാണ് ഈ സിനിമ പ്രധാനമായും വിഷയമാക്കിയത്. മകനുമായി നല്ലൊരു ബന്ധം നിലനിർത്തുവാൻ ഗാന്ധിജിക്ക് കഴിയാതെ പോകുന്നതിലെ വൈകാരിക സംഘർഷങ്ങൾ ചിത്രത്തിൽ ദർശൻ ജരിവാല അവതരിപ്പിച്ചു. ഗാന്ധിജിയെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസുമായി വീണ്ടും കാണാം.